നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പം നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മെരിറ്റിൻ്റെ പ്രശ്നമാണ്. മറിച്ച് നിങ്ങളിതിനെ ഈ മെരിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയങ്ങളായിട്ട് ലോകൃതത്തിൽ കൺവേർഷൻ ചെയ്യണ പോലെയാണ്. അതായത് ഇതിനകത്ത് മെരിറ്റിൻ്റെ വിഷയങ്ങളെ ഗ്രേസിൻ്റെ വിഷയമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെരിറ്റിൻ്റെ വിഷയത്തെ യോഗ്യത മൂലം കിട്ടാവുന്ന കാര്യങ്ങൾ അത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ യോഗ്യത പമ്മണത് കാണാം, കയറത്തില്ല. ചില കയറ്റം വണ്ടി കയറത്തില്ലല്ലോ. അപ്പം ജീപ്പൊക്കെ ചിലയിടത്ത് പോകത്തില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഹൈ റേഞ്ചിൽ ജീപ്പ് പോയിക്കണേ? ചിലയിടത്ത് കാറ് കയറാത്ത കൊണ്ടാണ്. ഇപ്പോഴത്തെ കാറൊക്കെ കയറും, പുതിയ കാറൊക്കെല്ലാം കയറുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജീപ്പ്, അതുപോലെ തന്നെ ചില മൗണ്ടനറിങ് പോകുന്ന കുഞ്ഞു വാഹനങ്ങളുണ്ട്. കാര്യം മേലോട്ട് പോയാൽ താഴേക്ക് വരാത്ത രീതിയിൽ കടിച്ച് കയറിപ്പോണ സംഭവം. ഇതുപോലെ ഒരു വിഷയമാണത്. അതായത് നമ്മുടെ മെരിറ്റ് തീർന്നാൽ പിന്നെ ഈ സംഭവം മുന്നോട്ട് പോകണ ഗ്രേസിലേ പോകത്തുള്ളൂ. ചില ആൾക്കാർ അറ്റം വരെ വിശ്വസിക്കും. മരിക്കുമെന്ന് കണ്ടാലും അറിയിക്കാണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും ചില ആൾക്കാർ അറിയിക്കാൻ വെച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? കർത്താവ് ഒരു തീരുമാനം പറയും, അതാ സംഭവം. ഡോക്ടർമാർക്കറിയാവില്ല, അവർ സയൻറ്റിഫിക് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യണത്. ഈ വിശ്വാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് സയൻസിൻ്റെ മുകളിലുള്ള വിഷയമാണ്. അതാ വെച്ചാൽ പറഞ്ഞ മെറ്റാഫിസിക്സ് അല്ലേ ഇത്. വിശ്വാസത്തിൻ്റെ വിഷയം ഫിസിക്സ് അല്ലല്ല, അല്ലെങ്കിൽ അനാട്ടമി അല്ല. അതിന് ആ അനാട്ടമി ഉണ്ടാക്കിയ ആളിൻ്റെ കുറിച്ചുള്ള അറിവുകളാണ് വിശ്വാസത്തിലുള്ളത്. അനാട്ടമി സെറ്റ് ചെയ്തിരിക്കുന്ന ആളില്ലേ, ആ ആൾ അതുണ്ടാക്കിയ ആ ആളിൻ്റെ അറിവിനെക്കുറിച്ചാണ് വിശ്വാസം സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബൈബിളിൽ ഒത്തിരിയേറെ ഫോർമുല ഉണ്ട്. അതിലൊന്നാണ് ഉടമ്പടിയിലുള്ള ഫോർമുല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഒന്ന് പറഞ്ഞാൽ, നിന്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഈ അനാട്ടമി സൃഷ്ടിച്ച ആൾ, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്ട്രക്ചർ, വികാരമണ്ഡലങ്ങളെല്ലാം നിർമ്മിച്ച ആൾ, ആ ആൾ അതിൻ്റെ ഒരു നോഹവും ജ്ഞാനസൂത്രങ്ങൾ, അത് കേടുപാടുകൾ എങ്ങനെ പോക്കണം, അതിൻ്റെ കേടുപാടുകൾ വന്നാൽ, ആ നിർമ്മിച്ച വസ്തുവിൻ്റെ കേടുപാടുകൾ വന്നാൽ എങ്ങനെ പോക്കണം എന്നതിനെക്കുറിച്ച് സാധാരണ ഫിസിക്കൽ സയൻസിൽ ഇല്ലാത്ത കുറേ ഫോർമുല കർത്താവിൻ്റെ വചനത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. അവരുടെ പേര് ലില്ലിക്കുട്ടിയാണ്, കൊല്ലം ലില്ലിക്കുട്ടി. നല്ല സാക്ഷ്യമാണ്. അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രദറും കൂടി ഡൽഹിയിൽ താമസിക്കുകയാണ്. കൊല്ലത്തുകാരത്തിയാണ്, ഡൽഹി താമസിക്കുക. അപ്പോൾ ആങ്ങളയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഈ പെങ്ങൾ ഒറ്റക്കാ മുറിയിൽ. അപ്പോൾ അവൾക്ക് പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവൾ ഒരു കൂട്ടുകാരത്തി ആ ഫ്ലാറ്റിലുണ്ട്, അവരുടെ കൂടെ പോയി രാത്രി ഉറങ്ങും. ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ഞെട്ടി വിറച്ച്, പിന്നെ ബോധം പോയി, പിന്നെ പിച്ചുമ്പയും പറയാൻ തുടങ്ങി, പിന്നെ സൈക്കാട്രിയുടെ സൈക്കോയുടെ എല്ലാ ലക്ഷണവും കാണിക്കാൻ തുടങ്ങി. അവരെ പിന്നെ സൈക്കാട്രി കൊണ്ടുപോയി. അവർ പിന്നെ അതിൽ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. മെഡിസിൻ എടുക്കണ എത്രയാണ്? സൈക്കാട്രി ഈ ലേഡി മെഡിസിൻ എടുക്കണത് ഇപ്പം 26 കൊല്ലമായി മെഡിസിൻ എടുക്കുകയാണ്. സി നോട്ട് ദ പോയിൻറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ സൈക്കാട്രിക്ക് ഒന്നും ചെയ്യാനില്ല. കണ്ടല്ലേ, ഇവിടെ ഒന്നും ചെയ്യാനില്ല. 26 കൊല്ലമായിട്ട് അവർ മെഡിസിൻ എടുക്കുകയാണ്. അവർ ലൈഫ് പോയി. ഈ 26 കൊല്ലമായിട്ട് പ്രഖ്യാപിത വട്ടായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ചിലർ പറയും പിശാച് ബാധിക്കുക, ചിലർ പറയും വട്ടാണെന്ന് പറയും, ചിലർ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ പോവുകയാണ്. കാണുന്നവർക്ക് സഹതാപമല്ലാതെ വേറെ എന്താ ഉണ്ടാകണം? ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. 26 കൊല്ലം മരുന്ന് കഴിക്കുകയാണ്. മരുന്ന് കഴിച്ചിട്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മരുന്ന് ഏൽക്കണില്ല, ടാബ്ലറ്റ്സ് ഒന്നും ഏൽക്കണില്ല. അതിന് പകരം ഇവർ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം സാധനം ഇതാണ്. 2 മേഖലയാണെന്ന് അച്ഛൻ പറയണത്. ഫിസിക്സും മെറ്റാഫിസിക്സും 2 മേഖലയാണ്, ലോജിക്കും ഫെയ്ത്തും 2 മേഖലയാണെന്ന് പറഞ്ഞ കാര്യം ലോജിക്ക് യുക്തി പരാജയപ്പെടുന്നിടത്ത് വെച്ച് വിശ്വാസം ജയിക്കും. പക്ഷേ വിശ്വാസം ജയിക്കണമെങ്കിൽ നമ്മൾ ഗ്രേസ് ഫീൽഡിലായിരിക്കണം.
വെറുതെ വിശ്വാസം ജയിക്കത്തില്ല. വി മസ്റ്റ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ഗ്രേസ്. ഉടമ്പടിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളെ ഗ്രേസ് ഫീൽഡ് നിങ്ങൾക്ക് ചുറ്റും ഒരു ഗ്രേസ് ഫീൽഡ് അത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പ്രസാദപരത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നിങ്ങളെ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഉടമ്പടി ആശ്രയവും, ഇവർക്ക് ഹിഡിനെസ് ഉണ്ട്, ഡിപ്രഷനുണ്ട്, എല്ലാ പരിപാടിയും എല്ലാ പണ്ടാരമുണ്ട്. മാനസിക രോഗികൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡി ചീർക്കുന്നു, പിന്നെ ഹിഡിനെസ്, ആരോടധികം കോണ്ടാക്റ്റ് ഇല്ല, ഇൻട്രോവർട്ട്, പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളാണ്. പക്ഷേ ഉടമ്പടി ആശ്രയം എടുത്തിട്ട് പിറ്റേ ദിവസം ഉടമ്പടി ആശ്രയം എടുത്തിട്ട് ഇവർ കൊന്തയിൽ അവർക്കങ്ങനെ തോന്നി. അത് തോന്നൽ തോന്നൽ തന്നെ കണ്ടാ. പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാൻ പോയി. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്താ സംഭവിക്കണത്? പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഒരു സ്വരം ഇവർ കേൾക്കും. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവരെന്താ സ്വരം കേട്ടത്? ഇവർ ഓർത്തത് ആ ഉടമ്പടി ആശ്രയം എടുത്ത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. സിമ്പിളായിട്ടൊക്കെ ഒരു സ്വരം, ഒരു തോന്നലാണത്. ആ ഉടമ്പടി ആശ്രയം എടുത്തിട്ട് അത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. ഇവർ കഴുത്തിലിട്ടതായിട്ട് അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ സംഭവിക്കണത് കഴുത്തിലിട്ടതും പെട്ടെന്ന് തല്ലി ഒരു പവർ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതോടുകൂടി ഇവർ ഓക്കെയാവും. പെട്ടെന്ന് സംഭവം. അവർ സാക്ഷ്യം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിട്ടുണ്ട്, സാക്ഷിയിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? അതായത് ഉടമ്പടി ആശ്രയം ശരീരത്തിൽ തൊട്ടതും പെട്ടെന്നൊരു ശക്തി എന്നെ പറിച്ചോണ്ടെന്ന രീതിയിൽ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. 26 കൊല്ലത്തിന് ശേഷം ആ സ്ത്രീ സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഒരു പോസ്റ്റ് ഉടമ്പടി പീരീഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കണത് അല്ലേ? പോസ്റ്റ് ഉടമ്പടി പീരീഡുകൾ, കവനന്റ് പീരീഡ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന മനോമണ്ഡലങ്ങളിൽ തെളിയുന്ന ഓരോ അനുരണനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാര്യം നിൻ്റെ രക്ഷയുടെ മാർഗമാണ്. അത് നിൻ്റെ മെരിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ്. പിന്നിലുള്ള സ്വരമാണ് 23:5. നമ്മൾ 30:21 ഐസയ 30:21 നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നീ ചെന്ന് പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴേ കർത്താവിൻ്റെ സ്വരം കേൾക്കും. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? ആ പിന്നിൽ നിന്ന് വരുന്ന സ്വരം എന്താണെന്നാണ് പറയണത്? ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നിൻ്റെ പിന്നാലെ വരും. മനസ്സിലായില്ലേ? ആ വചനം അതല്ലേ? പിന്നിൽ നിന്ന് വരണത് എന്താണ്? പിന്നിൽ നിന്ന് വരണത് എന്താണ്? നന്മയും കാരുണ്യമാണ്. ഇടയന്മാരുടെ പട്ടികളെക്കുറിച്ചാണ് ഈ പറയണത്. ഇടയന്മാർക്ക് 2 വേട്ടനായ്ക്കളുണ്ടാവുമല്ലോ. ഇടയന്മാർ മുമ്പേ പോകുമ്പോൾ ആടുകൾ പുറകെ നിൽക്കുന്നു. ആടുകൾക്ക് പുറകിൽ 2 വേട്ടനായ്ക്കളുണ്ടാവും. ഈ വേട്ടനായ്ക്കളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. വേട്ടനായ്ക്കളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രെയിൻഡ് ഡോഗ്സാണ് അവരെ പുലി, കടുവ, അങ്ങനെ ചെന്നായി ഇതുപോലെയുള്ള ആടിനെ ആക്രമിക്കാൻ വരുന്ന സാധനങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വേട്ടനായ്ക്കളുള്ളത്. വേട്ടനായ്ക്കളുടെ പ്രത്യേകത, ഇവർ പിന്നിൽ നിന്നാണ് നിൽക്കുന്നത്. നടക്കുമ്പോൾ അപകടമില്ലാത്ത കാലത്ത് ഇവർ പിന്നിൽ നിൽക്കും. ഇടയിൽ മുമ്പേ നടക്കും ആടുകൾ, അതിൻ്റെ പുറകെ 2 വേട്ടനായ്ക്കൾ. അതാണ് ബൈബിളിൽ നന്മയും കാരുണ്യവും എന്ന് പറയുന്നത്. ഒരു വേട്ടനായ്ക്ക് നന്മയെന്നാണ് ദാവീദ് പേരിട്ടിരിക്കുന്നത്. അടുത്ത വേട്ടനായ്ക്ക് കാരുണ്യമെന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ വേട്ടനായുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇടയ്ക്ക് പ്രശ്നങ്ങൾ, നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ കൂടുകയാണ്. കടുവയുടെ മണം കേൾക്കുക, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുരളിച്ച കേൾക്കുക, അല്ലെങ്കിൽ ചെന്നായുടെ നിഴലോടുക, അങ്ങനെ കാണുമ്പോഴേ വേട്ടനായ്ക്കൾ ഒരു പരിപാടി ചെയ്യും. എന്താണ്? ഇടത്ത് നിൽക്കുന്നവൻ, അതായത് വലത്ത് നിൽക്കുന്ന വലത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരും. ഇവിടെ ഈ ഇടത്ത് നിൽക്കുന്നവൻ ഇടത്തോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരും. എന്ന് വെച്ചാൽ ഇതിങ്ങനെ 2 നായ്ക്കൾ കൂടി ഈ ആടിന് ചുറ്റും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഇസ് സംരക്ഷണമെന്നാണ്. സംരക്ഷണമാണിത് വിഷയം. നമ്മൾ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും നമ്മളെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ്? പ്രൊട്ടക്ഷൻ പോണതല്ലേ? വെട്ടനായ്ക്കൾ ചത്തുപോണതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ലവ് ജിഹാദ് വന്ന് നിങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച് വളർന്ന് കൊണ്ടുവന്ന ബെമ്മകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു മയം നോക്കി കാണുമ്പോൾ അവൻ്റെ കൂടെ ഇതിൻ്റെ പ്രമാണം അടിച്ചുകൊണ്ട് പോണത് എന്താ? യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ. വൈ യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിൽക്കുന്നത്? ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഞങ്ങൾ നിങ്ങളോട് കുടുംബ പ്രാർത്ഥന വേണം, കുഞ്ഞുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കണം, മാതാപിതാക്കന്മാർ ദുർമാതൃകയല്ലാതെ നല്ല ജീവിത മാതൃക കൊടുക്കണമെന്ന് പറയുമ്പോഴേ ഞങ്ങൾ എന്താ നിങ്ങളോട് പറയണത്?
അങ്ങനെ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് വല്ല ആനക്കാര്യമാണെന്നല്ല പറയണത്. നിങ്ങൾ ഒരു സംരക്ഷണം മതിൽ തീർക്കുകയാണ് നിങ്ങൾക്ക് മക്കൾക്ക് ചുറ്റും. സംരക്ഷണം മതിൽ തീർക്കുകയാണ്. കാര്യം ഈ വെട്ടനായ്ക്കളെന്ന് പറയുന്ന നന്മയും കാരുണ്യവും എന്ന് പറയണത് ഈ ആടുകൾക്ക് ചുറ്റും ഇടയിനെയും കവർ ചെയ്തുകൊണ്ട് ഇടത്തും വലത്തും ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇങ്ങനെ കറങ്ങി സംരക്ഷിക്കുന്ന സംഭവമാണ്. അതായത് നിൻ്റെ സ്ഥാവരജംഗം വസ്തുക്കൾക്കും നിൻ്റെ ആധ്യാത്മിക മേഖലകൾക്കും ദൈവം അനാദികാലം മുതലേ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സംരക്ഷണമാണ്. യു മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് അറ്റ് എനി കാസ്റ്റ്. എന്ത് വില കൊടുത്തുകൊണ്ടും എൻ്റെ ജനം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവപിതാവിൻ്റെ മനസ്സിൻ്റെ അവസാനത്തെ വാക്കാണ് യേശു ക്രിസ്തു. കൈയിടിച്ച് കിടന്ന് എൻ്റെ പേര് ജിസ്മെഡോ. ഞാൻ അയർലൻഡിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് ഇവിടെ കണ്ണൂരാണ്. ഇതെൻ്റെ പപ്പ ജോസ്. ഞങ്ങൾ ചെമ്മന്തൊട്ടി ഇടവക അംഗങ്ങളാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2019 ഏപ്രിലായിരുന്നു. ഏപ്രിൽ ഞാൻ അന്ന് വന്നത് എൻ്റെ മമ്മിയുടെ കൂടെയായിരുന്നു. എൻ്റെ മമ്മി അന്ന് കൃപാസനത്തിൽ വന്ന് ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മമ്മിയുടെ കൂടെ വരാനുണ്ടായിരുന്ന കാരണം അന്നിവിടെ 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൊച്ചിനും 6 മാസമായിരുന്നു. അങ്ങനെ മമ്മിയുടെ കൂടെ ഞാനിവിടെ കൊച്ചിന് ഭക്ഷണം കൊടുക്കാനാണ് വന്നിരുന്നത്. അന്ന് വന്ന് ഞാൻ തിരിച്ചു പോയി. ആ സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല. എൻ്റെ ഓരോ ആവശ്യങ്ങളിലും വരുമ്പോഴും ഞാൻ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് എന്നും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ ആദ്യം പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായ എൻ്റെ സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ OET എക്സാം എഴുതിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഞാൻ OET എക്സാം എഴുതിയ സമയത്ത് ഞാൻ 2ാമത്തെ തവണ OET എക്സാം എഴുതാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ധരിച്ചുകൊണ്ടാണ് പോയത്. ഉടമ്പടിയുടെ അല്ലാതെ നോർമലായിട്ടുള്ളൊരു കാശുരൂപം ധരിച്ച് ഞാൻ പോയി. പരീക്ഷയുടെ മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ മമ്മിയാണെങ്കിലും തിരി കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും എക്സാം എഴുതിയ ആൾക്കാർക്ക്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒരു അക്ഷരം പോലും എഴുതിയില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം എന്തായാലും ഫെയിലാകുമെന്ന്. പക്ഷേ ബാക്കിയുള്ള മോഡ്യൂൾസൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഏതാണോ വിഷമെന്ന് വിചാരിച്ചേ അത് പാസ്സാവുകയും എനിക്ക് എളുപ്പമായിരുന്ന 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലാവുകയും ചെയ്തു. അതിന് 2 എനിക്ക് 330 സ്കോർ കിട്ടിയിരുന്നത്. ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങിനുമായിരുന്നു എനിക്ക് സ്കോർ കുറഞ്ഞു പോയത്. ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഏത് രാജ്യത്താണോ പോയി വർക്ക് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്ത് പോകാനുള്ള സ്കോർ എനിക്ക് വേണം. എനിക്കിനിയും എക്സാം എഴുതാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ 2ാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കിനി വീണ്ടും എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഏതാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത് നീ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സ്പീക്കിംഗ് റീവാലുവേഷന് കൊടുത്തു. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ കൊടുക്കേണ്ട, നിനക്ക് കിട്ടത്തില്ല, കാരണം 330 ഉള്ളൂ സ്കോർ, ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ കൊടുത്തു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിന് 350 സ്കോർ കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ കിട്ടി. പിന്നെ അടുത്ത കടമ്പ എൻ്റെ NMBA രജിസ്ട്രേഷൻസ് ഒക്കെ ആയിരുന്നു. അതിനകത്തെല്ലാം എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. എന്നാലും ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. സൗദിയിലെ എക്സ്പീരിയൻസ് ആയത് കാരണം എനിക്ക് അവിടുത്തെ പേപ്പർ വർക്കൊന്നും നടന്നില്ല. ഞാൻ അപ്ലൈ ചെയ്തതിന് അത് റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്ന് അന്ന് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന സമയത്ത് തന്നെ എനിക്ക് സൗദിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുവാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു സൂപ്പർവൈസർ എനിക്ക് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ NMBA രജിസ്ട്രേഷൻ സക്സസ് ആയി. പിന്നെ അടുത്ത എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു HSC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. കാരണം എനിക്ക് NICU എക്സ്പീരിയൻസ് ആയത് കാരണം ഒരു ഇൻ്റർവ്യൂ പോലും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരോട് പറയാൻ തുടങ്ങി, ഈ പീഡിയാട്രിക്സ് ഇതൊന്നും വരത്തില്ല, നീ അതുകൊണ്ടൊരു നേഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞത് പ്രകാരം ഞാൻ വീണ്ടും ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ മാതാവ് എന്നെ പാസ്സാക്കി തന്നു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ നിറയെ എനിക്കൊരു HSC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ പ്രോസസ്സിങ് നേഴ്സിംഗ് ഹോമിലേക്കുള്ള തുടർന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രോസസ്സിങ് ഏകദേശം തീരാനാകുന്നതിൻ്റെ തലേന്ന് എനിക്കൊരു ഇത് വന്നു, പീഡിയാട്രിക് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, HSC ഹോസ്പിറ്റലിലേക്ക്. ഞാൻ രണ്ടും കൽപ്പിച്ച് HSCയുടെ ഇതിന് പ്രൊസീഡ് ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞില്ല. എന്തിലും ഞാൻ ആദ്യം നേഴ്സിംഗ് ഹോമിലേക്ക് പോകാനിരുന്നത് ക്യാൻസൽ ചെയ്തു. അതിനെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൽ ഉറച്ച് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് HSC ഹോസ്പിറ്റലാണെങ്കിൽ മാതാവ് എനിക്ക് തരുമെന്ന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ സക്സസ്സായി പാസ്സായി. ആ സമയത്ത് ഞാൻ വന്നിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്, എൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ
എൻ്റെ പപ്പ ഹോസ്പിറ്റലിലാകുകയും പപ്പായ്ക്ക് ഹാർട്ടിന് ഭയങ്കര ഫെയിലറായി, അതുകൊണ്ട് ഇനി വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ പപ്പാനെ ഹോസ്പിറ്റലിൽ മിംസിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ഹാർട്ടിൻ്റെ ഫങ്ഷൻ 16% മാത്രമേ ഉള്ളൂ, എപ്പം വേണമെങ്കിലും ഹാർട്ട് ഫെയിലർ ആവും, അറസ്റ്റ് ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അവർ നമ്മളെ കൊണ്ട് DNR കൺസെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചു. എൻ്റെ ഹസ്ബൻഡായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ DNR കൺസെൻറ്റ് ചെയ്യട്ടെ, സൈൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷനില്ലോ, സൈൻ ചെയ്തോ. പക്ഷേ മമ്മി ഹോസ്പിറ്റലിൻ്റെ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടേ ഇരുന്നു. ക്യാൻഡിൽ ലൈറ്റ് പിന്നെ പ്രയർ റിക്വസ്റ്റ് ഓൾറെഡി ഇട്ട് പ്രാർത്ഥിച്ചു. പപ്പ വളരെ സമാധാനമായി ഹോസ്പിറ്റലിൽ നിന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. ആ 16% ഉണ്ടായിരുന്ന ഹാർട്ട് ഫംഗ്ഷൻ പപ്പയുടെ 24% ഉയർന്നു. അന്ന് ഞങ്ങൾ നേർന്നായിരുന്നു ഇവിടുത്തെ അഖണ്ഡ ജപമാലയ്ക്ക് പപ്പാനെ കൊണ്ടുവന്ന് നടത്തിക്കാമെന്ന് ഞങ്ങൾ നേർച്ച നേർന്നു. അങ്ങനെ 2022 ഒക്ടോബറിൽ ഞാനും പപ്പായും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഞങ്ങൾ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. അതിനുശേഷം പപ്പ റെഗുലറായിട്ട് ചെക്കപ്പിന് പോലും പോവാറില്ല. പപ്പയുടെ ഹാർട്ട് ഫംഗ്ഷൻ ഇപ്പോൾ 28%. റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുന്നു. 2022 മുതൽ ഇതുവരെ പപ്പായ്ക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ മാതാവ് വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ അഖണ്ഡ ജപമാലയ്ക്ക് ശേഷം ഞാൻ വെച്ച് എന്തുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ട്. അങ്ങനെ ഞാനും പപ്പായും കൂടെ നവംബർ 12 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് പിന്നെ കൂടുതൽ തടസ്സങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ AWSന് അപ്ലൈ ചെയ്തു, അത് റിജക്ഷനായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനെ പതുക്കെ കുറ്റം പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് എൻ്റെ ഇത് മാത്രം റിജക്ഷനായി, എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലോ, ഇത് മാത്രം എന്തുകൊണ്ടാണ് റിജക്ഷനായെന്ന്. അപ്പം മമ്മി പറഞ്ഞു നീ ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്തരുത്, മാതാവിന് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടാവും നിനക്ക് തരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജൂലൈ മാസത്തിലേക്ക് എനിക്ക് പോകാനുള്ളതെല്ലാം റെഡിയായി, എൻ്റെ അപ്രൂവലായി വന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായി ടിക്കറ്റ് എടുത്തപ്പം എൻ്റെ ഏജൻസിക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ OET എക്സ്പയർ ആയി, അതുകൊണ്ട് നിനക്കിനി പോകാൻ പറ്റത്തില്ല. അതുപോലെ DL ഓൾറെഡി എക്സ്പയർ ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, NMBAക്കാരുടെ അപ്രൂവൽ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒന്നേ നീ അവരെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഒരുപാട് മെയിൽ അയച്ചു, എനിക്കൊരു റിപ്ലൈ പോലും വന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഇവിടുത്തെ ഇന്ത്യൻ ടൈം 5 മണിക്ക് ഞാൻ അയർലൻഡിലെ NMBAക്കാരെ വിളിച്ചു. അവർ കോൾ എടുത്ത് അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിൻ്റെ OET വാലിഡാണോ, ഇവിടെ വന്ന് എക്സാം എഴുതി പിൻ നമ്പർ കിട്ടുന്നവരെ വാലിഡാണ്. അപ്പം ഞാൻ അന്നേരം ഒരു കാര്യം ചെയ്തു, ഞാൻ അവരോട് കോൾ ചെയ്ത സമയത്ത് അത് റെക്കോർഡ് ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു കോൾ റെക്കോർഡിങ് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു അതിനൊരു പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോൾ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ഒരിക്കലും അലൗഡ് അല്ല, അവരറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോൾ റെക്കോർഡിങ് എനിക്ക് ഏജൻസിക്കാരെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, പക്ഷേ അവരുടെ ഒരു മെയിൽ വേണം. പക്ഷേ എനിക്ക് മെയിലൊന്നും വന്നില്ല. ഞാൻ മാതാവിനെ ഉറച്ചു വിശ്വസിച്ചു. കാരണം ഒരുപാട് തടസ്സങ്ങൾക്ക് കഴിഞ്ഞാണ് മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ ഒരു ജോലി ശരിയാക്കി തന്നത്. അങ്ങനെ ഞാൻ അയർലൻഡിലേക്ക് പോയി. എൻ്റെ OET എക്സാമും DL എക്സ്പയർ ആയതിനു ശേഷമാണ് ഞാൻ അയർലൻഡിൽ എത്തിയത്. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് NMBAയിൽ നിന്ന് വളരെ മിറാക്കിളായിട്ട് മെയിൽ വന്നു, നിൻ്റെ എക്സാമിൻ്റെ OET എക്സാം ആൻഡ് DL വാലിഡാണ്, നിനക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഞാനത് ഏജൻസിക്കാർക്ക് അയച്ചു കൊടുത്തു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി, ഞാൻ രജിസ്റ്റേർഡ് നഴ്സായി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എനിക്ക് അയർലൻഡിൽ പോയി ഞാൻ താമസിച്ച വീട്ടിൽ എനിക്ക് വലിയൊരു മിറാക്കിളായിരുന്നു മാതാവ് ഒരുക്കിയിരുന്നത്. ഞാൻ ആ നിന്ന വീട്ടിലെ ആൾക്കാർ എൻ്റെ സെയിം നാട്ടുകാർ കണ്ണൂരിന്നും, അതുമല്ല അവർ എന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് എല്ലാ ദിവസവും അവരുടെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തന്നു. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ നാട്ടിൽ വന്നു, ജനുവരിയിൽ നാട്ടിൽ വന്നു. ആ നാട്ടിൽ വന്ന സമയത്ത് മമ്മിയുടെ വയറ് ചെറുതായിട്ടൊന്ന് വീർത്തിരിക്കുന്നത് പോലെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറകെ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ ചിലപ്പം ക്യാൻസർ ആയിരിക്കുമെന്ന്. അപ്പം ഞാൻ പുറത്തിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മമ്മിക്ക് ക്യാൻസർ വരരുത്, അങ്ങനെ വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്ക് മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മമ്മി സ്കാനിങ് ചെയ്യുന്ന സമയത്ത് മമ്മി പറഞ്ഞു മാതാവ് എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിരുന്ന് മൊത്തം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മമ്മിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും, എല്ലാം നോർമലാക്കി മാതാവ് തന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോയി. ഒരു ജൂലൈ മാസം മുതൽ എനിക്ക് പെട്ടെന്ന് ചെറിയൊരു ശ്വാസമുട്ടലും നെഞ്ചുവേദനയും വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് എല്ലാ ദിവസം പോകുന്നുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ സാച്ചുറേഷനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തമായി ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്ത GPനെ പോയി കാണിച്ചു.
GP-നെ കാണിച്ചപ്പോൾ GP എന്നോട് പറഞ്ഞു എമർജൻസിയാണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരും എനിക്ക് കൂട്ടിനാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിനെ വേഗം ഡ്യൂട്ടിയിൽ നിന്ന് ഫോൺ വിളിച്ച് വരുത്തി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവരവിടെ പോയി എനിക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്നുണ്ട്, പ്ലൂറൽ എഫ്യൂഷനാണ്, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, അതിന് പിക്ടേൽ എന്ന് പറഞ്ഞൊരു ട്യൂബ് ഇട്ടിട്ട് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, ഞാൻ ആ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമുണ്ട്, നീ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവേ ശക്തി തരണമേ, നീ ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 ദിവസം കഴിഞ്ഞ് എൻ്റെ എല്ലാ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും എല്ലാം എനിക്ക് നോർമലായിരുന്നു. അവർക്ക് അസുഖം എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എല്ലാം നോർമലായെന്നും പറഞ്ഞ് അവരെന്നെ ഡിസ്ചാർജ് ആക്കി. അവരെനിക്ക് ട്യൂബ് ഇട്ട സമയത്ത് ഓൾമോസ്റ്റ് 2 liters ഓഫ് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു എൻ്റെ ലങ്സിൽ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര മിറാക്കിളാണല്ലോ, ഇത്രയും ഫ്ലൂയിഡ് ഉണ്ടായിട്ടും നിനക്കൊരു റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായില്ല, ഇത് ഭയങ്കര ലക്കിയാണ്, നിൻ്റെ സാച്ചുറേഷൻ 100% കാണിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് എന്നെ രക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വീണ്ടും ചെറിയ ശ്വാസം മുട്ടലുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും അയർലൻഡിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകുന്നു എൻ്റെ സിക്ക് ലീവിന്. ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വീണ്ടും ചെറിയ ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ സ്വന്തമായി പോയി എക്സ്റേ എടുത്തപ്പോൾ അതിന് വീണ്ടും എനിക്ക് ഫ്ലൂയിഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ പൾമണോളജിസ്റ്റ് കണ്ണൂർ മിംസിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, എല്ലാം നോർമലാണെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാം നോർമലാണെങ്കിൽ അടുത്ത് ഇനി ചെസ്റ്റിനകത്ത് ഒരു ട്യൂബ് ഇട്ടിട്ട് തൊറാക്കോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ചിലപ്പം TB ഇതായിരിക്കും, അത് കാരണം അതിന് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു, TB ആണോ എന്ന് കണ്ടുപിടിക്കാം, കാരണം ചിലപ്പം ഫ്ലൂയിഡിനകത്ത് അത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കി തീരുമാനിച്ച് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കിയിട്ട് മാത്രം അഡ്മിറ്റ് ആയാൽ മതി എന്ന്. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എനിക്ക് എന്താണെങ്കിലും ക്യാൻസർ ആയിരിക്കത്തില്ല. ഞാൻ അങ്ങനെ പപ്പയോട് ഉറച്ചു പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വന്നു. അഡ്മിറ്റ് ആകാൻ അവരെന്നോട് ഓഗസ്റ്റ് 7 അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഓഗസ്റ്റ് 6 ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത്. അച്ഛനെ തല കൈ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ നെറ്റിയിൽ തൈലം പൂശി എനിക്കൊരു കാശുരൂപം തന്നു. അത് ഞാൻ എൻ്റെ കൊന്തയിൽ തൂക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവരെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്കോപ്പ് ചെയ്യാൻ നേരത്ത് അവർ പറഞ്ഞു ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് കുറഞ്ഞാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ ഫ്ലൂയിഡ് എല്ലാം ബാക്കി റിമൂവ് ആയി പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. കാരണം അവരെന്നെ സെഡേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾക്കാമായിരുന്നു അവർ പറയുന്നത്. പക്ഷേ എന്നാൽ അവരെനിക്ക് ICD ഡ്രെയിനേജ് ഇട്ടു. ഞാനൊരു 24 മണിക്കൂർ പെയിൻ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ. എന്നിട്ടും അസുഖം ഡോക്ടർ പറഞ്ഞ എല്ലാം നോർമലാണ്, പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ അവർ വെറുതെ ഒരു സ്കാനിങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കാനിങ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എൻ്റെ അബ്ഡോമിനൽ വാളിൽ ചെറിയൊരു കുഞ്ഞൊരു സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ ആയിരിക്കും, കാരണം അതൊരു ബോർഡർ ലൈൻ കാണിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നോർമലാണ്. അപ്പോൾ അവർ പറഞ്ഞു എനിവേ നമുക്കതൊരു ബയോപ്സി ചെയ്യാമെന്ന് വിചാരിച്ചു. അവരങ്ങനെ ആ സിസ്റ്റ് കുത്തി ബയോപ്സിക്ക് വിട്ടു. അവരെന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്റ്റേജ് 4 ഒവേറിയൻ കാർസിനോമയാണ്, സിറസ് കാർസിനോമ. അതായത് എത്രയും പെട്ടെന്ന് അത് ബോഡിയിൽ എല്ലാ ഭാഗത്തും വ്യാപിക്കും, അതുകൊണ്ടാണ് നിനക്ക് പ്ലൂറൽ എഫ്യൂഷൻ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കീമോതെറാപ്പി ചെയ്യണം. അതുകൊണ്ട് കീമോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമല്ല, അതുമല്ല അബ്ഡോമിൻ്റെ അകത്തൊക്കെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്, അബ്ഡോമിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് കീമോ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അസുഖമാണെന്ന് പറഞ്ഞതിന് പേരിൽ ഞാൻ കരയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. എനിക്ക് മാതാവ് ഭയങ്കരമായ ഒരു ശക്തി തന്നു. ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എനിക്കറിയാം ഒരുപാട് പൈസ, പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ എൻ്റെ അയർലൻഡിലെ ഞങ്ങൾ വണ്ടി മേടിച്ച് ലോൺ എടുത്ത അതിനെക്കുറിച്ചായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു പോയേക്കാന്ന്. അങ്ങനെ ഞാൻ ആ സർജറിയുടെ പെയിനും വെച്ച് ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത്. ഞാൻ ഫ്ലൈറ്റിന് എക്കണോമി ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, പക്ഷേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ബിസിനസ് ക്ലാസ്സിലേക്ക് മാതാവ് മാറ്റിത്തന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഈ വേദന വെച്ച് 18 മണിക്കൂർ ഞാൻ എങ്ങനെ യാത്ര ചെയ്യുമെന്നുള്ളത് എൻ്റെ മനസ്സിൽ വെച്ചത്. പക്ഷേ അത്രയും പൈസ കൊടുത്ത് ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യാനൊന്നും എൻ്റെ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അതറിഞ്ഞ് എന്നെ ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റി. ഞാൻ സുഖമായി എൻ്റെ യാത്രയെ ചെയ്ത് ഞാൻ അയർലൻഡിലെത്തി. അങ്ങനെ മാതാവ് എനിക്ക് മുമ്പേ ഞാൻ അറിയാത്തവരെയും അറിയുന്നവരെയായ ആ ഹോസ്പിറ്റലിൽ, അയർലൻഡിലൊരു ഹോസ്പിറ്റലിൽ ഒരുക്കി തന്നു. ഞാൻ ചെന്ന നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഡോക്ടറെ കാണാനും എനിക്ക് അപ്പോയിൻമെൻറ്റുകളെല്ലാം കിട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു ഓക്കെ
ഇവിടുന്നുള്ള സ്ലൈഡ്സ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവർ തന്നെ അവിടുന്ന് വേഗം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് CT സ്കാനും MRI ഒക്കെ ചെയ്യാൻ വേണ്ടി അവിടെ അപ്പോയിൻമെൻറ്റ് ഭയങ്കര ഡിലേ ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കൂടെ കഴിഞ്ഞ് കിട്ടും മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്തെങ്കിലും എനിക്ക് വഴി കാണിച്ചു തരണം. ഈ പിന്നെയും ഫ്ലൂയിഡ് ഉണ്ട് ഓൾറെഡി, ഇനിയും ഞാൻ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഇനിയും ഫ്ലൂയിഡ് ഫില്ലാകും. അപ്പോൾ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നിന്ന വീട്ടിലെ ചേച്ചി, ആ ചേച്ചി അന്നേരം ആരാണ് എനിക്കറിയാവുന്നത്, ആ ചേച്ചിയാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. അവർ വർക്ക് ചെയ്തിരുന്നതും ക്യാൻസർ വാർഡിലായിരുന്നു. അങ്ങനെ ചേച്ചിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ചേച്ചി അവിടുത്തെ CT സ്കാൻ്റെ ആൾക്കാരെയും എല്ലാം സംസാരിച്ചു. അങ്ങനെ എൻ്റെ സെപ്റ്റംബറിൽ ചെയ്യേണ്ട CT സ്കാൻ ഓഗസ്റ്റ് അവസാനം തന്നെ ചെയ്തു. അപ്പം തന്നെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്ലൂയിഡ് ഫില്ലായിട്ടുണ്ട്, വീണ്ടും ട്യൂബ് ഇടണം, വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന്. ഞാൻ ധൈര്യത്തോടെ തന്നെ പോയി. പക്ഷേ എനിക്ക് ആ പിക്റ്റേൽ ഇടുന്ന വേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ അഡ്മിറ്റ് ആവുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സ്കാനിങ് റൂമിലേക്ക് ചെന്നു. ഞാൻ ഉടമ്പടി സാക്ഷ്യം കേട്ടോണാണ് ചെല്ലുന്നത്. ആ ത്രൂ ഔട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്നിടം വരെ ഞാൻ ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് ഒരു നേഴ്സ് വന്നിട്ട് ഒരു നീല കളറുള്ള ബ്ലാങ്കറ്റ് വെച്ച് എന്നെ പൊതിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ ഒരു അത്ഭുതം, എനിക്കൊരു അടയാളമായിട്ട് കാണിച്ചു തന്നല്ലോ, നീല കളറാണല്ലോ എന്നെ പൊതിഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ അവരെന്നെ വളരെ കംഫർട്ടബിളാക്കി. ആ പിക്റ്റേൽ ഇൻസെഷൻ ഞാൻ ഒരു വേദന പോലും അറിഞ്ഞില്ല. അതിനെനിക്ക് ശേഷം ഒരു ബയോപ്സി എടുത്തു, അതിനും ഞാനൊരു വേദന അറിഞ്ഞില്ല. അതിന് വേണ്ടി ഞാനൊരു പെയിൻ കില്ലർ പോലും എടുത്തില്ല. അപ്പോൾ അവിടെ അഡ്മിറ്റായ സമയത്ത് എനിക്കൊരു ബെഡ് കിട്ടുന്നില്ല. ട്രോളിയിലാണ് ഞാൻ ഈ ട്യൂബ് വിട്ടിട്ട് ട്രോളിയിൽ കിടക്കുക. അപ്പം ട്രോളിയിൽ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ട്രോളിയിലാണ് ഉള്ളത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടക്കാൻ പറ്റുന്നത്. അവൾ അപ്പം തന്നെ അടുത്ത മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരെന്നെ ഒരു ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റി, എനിക്ക് ബെഡ് കിട്ടി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് റൂമിൽ വന്നതിന് ശേഷം എനിക്ക് വേറെ ഒരു സിംറ്റംസും ഇല്ല, ഞാൻ നോർമലാണ്. അപ്പം ഡോക്ടർ എന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് കോവിഡ് തന്നത് മാതാവാണ്, കാരണം ഞാൻ ആ ട്രോളിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. മാതാവാണ് എനിക്ക് കോവിഡ് പോസിറ്റീവാക്കി തന്ന് എന്നെ റൂമിലേക്ക് മാറ്റിയത്. അപ്പോൾ അവരെന്നോട് പറയുക, കോവിഡ് പോസിറ്റീവായിട്ട് ആദ്യമായി സന്തോഷിക്കുന്ന ഒരാളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും. എനിവേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു, എൻ്റെ റിപ്പോർട്ടുകളെല്ലാം വന്നു. ഫൈനൽ ഡയഗ്നോസിസ് ആയി എനിക്ക് സെറസ് കാർസിനോമ തന്നെയാണെന്ന്. അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ മുതൽ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനം കേൾക്കും. ആ ജൂലൈ മുതൽ ഒരിക്കൽ പോലെ എൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, എനിക്ക് പറ്റുന്ന അത്രയും. ആ സമയത്ത് തന്നെ ഞാൻ അറിയാതെ എന്നെ ആരോ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അയർലൻഡിൽ, ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. അങ്ങനെ അതിൻ്റെ അകത്ത് വഴി എനിക്ക് ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനുമുള്ള അനുഗ്രഹം കിട്ടി. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ആൻറ്റി വിളിച്ചപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ എന്നും മാതാവിനോട് പ്രാർത്ഥിക്ക്, കൃപാസന അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ആൻറ്റി പറഞ്ഞു, നിനക്ക് പറ്റുവാണെങ്കിൽ നീ അങ്ങനെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ എഴുതാൻ തുടങ്ങി 33 തവണ. അങ്ങനെ 33 ദിവസം ഞാനത് എഴുതി. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ 3 കീമോ കഴിഞ്ഞു. ഭയങ്കര അത്ഭുതമായിരുന്നു. ഡോക്ടർമാർക്കും അത്ഭുതം. എനിക്കൊരു സൈഡ് എഫക്റ്റും എൻ്റെ കീമോ ചെയ്ത സമയത്തുണ്ടല്ലോ, എനിക്കൊരു വേദനയുടെ മരുന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഛർദിയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര മിറാക്കിളാണല്ലോ, നിനക്കൊരു സൈഡ് എഫക്റ്റ് പോലും വരുന്നില്ലോ എന്ന്. അതുപോലെ തന്നെ ആ സമയത്ത് അവർ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ കീമോ ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഓരോ കീമോ ചെയ്യുന്ന സമയത്തും വളരെയധികം കൂടി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ റിപ്പീറ്റ് സ്കാൻ ചെയ്തു, നോർമലായി. അവർ സർജറിക്ക് വേണ്ടി എന്നെ എടുക്കാൻ തീരുമാനിച്ചു. ആ സർജറിയുടെ സമയത്ത് അവരെന്നോട് പറഞ്ഞു, വളരെ കോംപ്ലിക്കേറ്റഡായ സർജറിയാണ്, വയറിനകത്ത് ഫുള്ള് സ്പ്രെഡായത് കാരണം നിൻ്റെ അവയവങ്ങളുടെ പകുതി നമ്മൾ റിമൂവ് ചെയ്യും, അതുപോലെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ട്യൂബ് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റായി. എല്ലാ ഫോളോ അപ്പും ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ അഡ്മിറ്റായി സർജറിക്ക് വേണ്ടി. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് വിഷമം വന്നു, കാരണം ഈ വയറ്റിൽ നിന്ന് പോകാനൊക്കെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം എപ്പോഴും. അപ്പോൾ എനിക്ക് ആ വിഷമം തോന്നി. പക്ഷേ ഞാൻ ആരോടും ഇതൊന്നും എൻ്റെ വീട്ടിൽ പോലും ആരോടും ഞാൻ ഷെയർ ചെയ്തിരുന്നില്ല. ഞാൻ എൻ്റെ ആൻറ്റീനെ വിളിച്ചു, ആൻറ്റിയോട് പറഞ്ഞു ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, മാതാവും ഈശോയും നിൻ്റെ കൂടെ വന്ന് സർജറി ചെയ്യാൻ അവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ ലോക്കറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഗോൾഡ് ചെയ്തിരിക്കുന്നതാണ്, അവരത് സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ സർജറിയുടെ എന്ന് മാതാവ് വീണ്ടും ഇടപെട്ടു. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളിൽ കൊണ്ടുപോകേണ്ടത്? ഞാൻ കൊണ്ടുപോക്കണം. അങ്ങനെ അവരൊരു ബോട്ടിലിനകത്തിട്ട് എൻ്റെ കൃപാസനം ഉടമ്പടി കാശ് രൂപ ഉള്ളിൽ സർജറി ത്രൂ ഔട്ട് സർജറി ചെയ്തു. എനിക്ക് ഓർമ്മയില്ല ഞാൻ സർജറി കഴിഞ്ഞ സമയത്താണോ സർജറിയുടെ മുമ്പാണോ, ഞാൻ എപ്പോഴോ മാതാവ് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സർജറിക്ക് മുമ്പ് ഡോക്ടറോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് സർജറി വേണം ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് പേടിയില്ല.
മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് മാതാവ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ചോദിക്കും, ഇതാണോ നീ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ മാതാവെന്ന്? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞ പാടെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അബ്ഡോമിനൽ എവിടെയും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിവേ അവരെനിക്ക് ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്തു, അത് ബയോപ്സിക്ക് വിട്ടു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം എൻ്റെ ഓവറിയിൽ മാത്രമേ ക്യാൻസർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി യൂട്രസിന് പോലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ വന്നു, അബ്ഡോമിനിൽ ചെറിയ ഫ്ലൂയിഡ് ഫില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലാഡറിൽ ബ്രോക്കായിട്ടുണ്ട്, സർജറിയുടെ സമയത്ത് വന്നു. ഞാൻ വീണ്ടും എന്നും ഉടമ്പടി തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിന് വീണ്ടും അവർ സ്കാൻ ചെയ്തു, അത് വീണ്ടും നോർമലാക്കി തന്നു. അതിനുശേഷം വീണ്ടും കീമോ ചെയ്തു. ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നോർമലി ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിനുശേഷം ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു പ്രശ്നം വന്നു. അവർ പറഞ്ഞു ഈ കീമോ ഒക്കെ ചെയ്ത് കാരണം ഇനി പ്രശ്നങ്ങളുണ്ട്, ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ആകണമെന്ന്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉപ്പ് കൊടുത്തു വിട്ടിട്ട് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സമയത്ത് എങ്ങനെയാണെന്നറിയില്ല, മാനേജർ 2 ആഴ്ച ലീവ് പോയി. ആ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓക്കുപേഷണൽ ഹെൽത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് മാറണ്ട, നിൻ്റെ എല്ലാ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെന്നോട് പറഞ്ഞു ഒരു 2 ഇയേഴ്സ് ടാബ്ലറ്റ് കഴിക്കണം, അതൊരു ഫർദർ പ്രിവെൻഷന് വേണ്ടിയാണെന്ന്. പക്ഷേ മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹം എന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് മാതാവ് ക്യാൻസർ എന്ന് പറഞ്ഞ സെല്ലിനെ കൊണ്ടുവരത്തില്ലെന്ന്. കാരണം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ ഈശോ 33 വയസ്സ് വരെയുടെ കൂടെ നീ ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചിന് 3 വയസ്സും 6 വയസ്സും ഉള്ളൂ, അവർക്ക് ഒരു ഇതാകുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ ഉണ്ടാകാം, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 33 വർഷമൊന്നും ചോദിക്കുന്നില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ ഉണ്ടാകുന്നവരെ എനിക്ക് ഒരു അസുഖവും നീ എനിക്ക് തരില്ല എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാറേണ്ട വന്നില്ല. ഇപ്പം റിപ്പീറ്റായിട്ട് കഴിഞ്ഞ മാസം ഞാൻ സ്കാനിങ്ങും എൻ്റെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും ചെയ്തു. ഓരോ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ CT സ്കാൻ എല്ലാം ഇപ്പം നോർമലാണ്. ഡോക്ടർമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കാര്യത്തിൽ. കാരണം ഇത്രയും വലിയൊരു മിറാക്കിൾ സംഭവിച്ചതിന് ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് നാട്ടിൽ വന്നത്. ഞാൻ ഈ അസുഖമായിട്ട് അവിടെ അയർലൻഡിൽ ചെന്ന സമയത്ത് നേഴ്സസ് മിനിസ്റ്ററുടെ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഒരു ബ്രദർ വന്നായിരുന്നു. ആ ബ്രദറിനെ ഞാൻ ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ല, ആ ബ്രദർ എന്നെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ ബ്രദർ എന്നോട് ചോദിച്ചു നിനക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആലപ്പുഴ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നീ അവിടെ പോയി പറ്റുവാണെങ്കിൽ നാട്ടിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ്. അപ്പം എന്നോട് ആ ബ്രദർ പറഞ്ഞു ആ മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന്. അതുപോലെ തന്നെ ആ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇവിടെ വന്ന് ഡിസംബർ 30 മുമ്പായിട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ആ ഡിസംബർ 30 മുമ്പ് തന്നെ എനിക്ക് മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഉള്ളതായത് കാരണം എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും 33 തവണ കൃപാസന അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നിടം വരെ ഞാൻ എഴുതിയതാണ് എൻ്റെ ബുക്ക്. ഈ ബുക്കിൽ ഞാൻ എല്ലാ ദിവസവും എഴുതുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്ന് കരയാതെ ധൈര്യമായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം അത് റിപ്പീറ്റഡായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രോഗസൗഖ്യം കിട്ടും. കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഈ രോഗം മരണത്തിൽ പ്രതിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവപുത്രൻ മഹത്വത്തിനും രൂപപ്പെടുന്നതിനും വേണ്ടിയാണ്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അപ്പച്ചന്മാരെ കുളിപ്പിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ജോലി കിട്ടിയ കാലം മുതൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു എൻ്റെ സാലറിയിൽ നിന്ന് ഒരു അംശത്തിൽ നിന്ന്. ഇപ്പോഴും ഞാൻ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാനത് എന്താണെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഒന്നും നോക്കാറില്ല. പിന്നെ മമ്മി ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കും. മമ്മി അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്നും ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം വന്ന് ഒരുപാട് പേര് കൃപാസന മാതാവിൽ വിശ്വസിക്കുകയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 22-ാം തിരുവചനം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക, അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. ജിസ് മെഡോൺ എന്ന ഈ സഹോദരി തൻ്റെ പിതാവിനോടൊപ്പം ചേർന്ന് കുടുംബത്തിന് ലഭിച്ച വളരെ ഗൗരവമുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിന്, ഈശോയിൽ നിന്നുള്ള സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം പിതാവിന് ലഭിച്ച രോഗസൗഖ്യത്തെയും ഹാർട്ട് അറ്റാക്കിന് വന്ന രോഗം ഭേദമായതിനെയും എല്ലാം മകള് സാക്ഷ്യപ്പെടുത്തി.
പിന്നെ മകളുടെ അയർലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള OET പരീക്ഷ വിജയത്തെയും തുടർന്ന് ആ പ്രോസസ്സിലുണ്ടായ തടസ്സങ്ങൾ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ അത് മാറി വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. പിന്നീടാണ് നാം കേട്ട സുദീർഘമായ ആ ക്യാൻസർ രോഗം വന്നതിനെക്കുറിച്ചും അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കൃത്യമായ പരിചരണത്തിലൂടെ മകൾക്ക് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളത് ആ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും അമ്മയ്ക്കത് ക്യാൻസർ രോഗം കൊടുക്കരുതേ, അത് എനിക്ക് തന്നുകൊള്ളുക എന്ന് മകൾ അതന്ന് പ്രാർത്ഥിച്ചൊരു വിഷയത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അത് മകളുടെ ആ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏതാണ്ടൊരു മധ്യഭാഗത്ത് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞൊരു പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. പിന്നീടത് തനിക്ക് തന്നെ അത് രോഗമായി തീരുന്നതാണ് മകൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവരാകുമ്പോൾ ദൈവസന്നിധിയിൽ ഏതു വലിയ സഹനത്തെയും തൻ്റെ ജീവിതം കൊണ്ട് ഏറ്റെടുത്ത് അത് തൻ്റെ വിശുദ്ധീകരണത്തിനും ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ അത് ചിലപ്പോൾ ഇത് നമുക്ക് വലിയ സഹനങ്ങളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സഹന സ്നാനം നടത്തിയ മകളുടെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മൾ കേട്ടത്. മകൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വിദേശത്ത് ജോലിക്ക് വേണ്ടി ചെല്ലുകയും ജോലി തുടങ്ങുകയും ചെയ്ത നാളുകളിലാണ് ഓരോരോ അവയവങ്ങളിലേക്ക് ക്യാൻസർ പടരുന്നതായും ആദ്യം ലങ്സിൽ വെള്ളം കിട്ടുന്നതായും പിന്നീട് ക്യാൻസറായും അത് 4th സ്റ്റേജിൻ്റെ വിഷയമായും 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരണം വീട്ടിലെത്തി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മരണം വീട്ടിലെത്തിയതുപോലെ ക്യാൻസർ വല്ലാതെ ശരീരം മുഴുവനും ബാധിക്കുകയും മണിക്കൂറുകൾ മാത്രമേ ഇനി മിച്ചമുള്ളൂ എന്ന് തിരിച്ചറിവോടുകൂടി ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. മകൾ പറയുന്ന അതിജീവനത്തിൻ്റെ ഈ സാക്ഷ്യം തൻ്റെ സഹന വഴികളിൽ ഒരിക്കലും അമ്മ മാതാവിനെ കൈവിടാതെ അമ്മയുടെ ഉടമ്പടിയിലുള്ള പൂർണ്ണമായ വിശ്വസ്തതയുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ് അവ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 ദിവസം 33 തവണ എഴുതി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ഏതൊരു ദുരന്തത്തെയും ഏറ്റെടുക്കുകയും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ കഴിവിനപ്പുറം ഡോക്ടർമാരുടെ മരുന്നിനപ്പുറം ദൈവത്തിൻ്റെ കൃപയാൽ അത് സൗഖ്യമാക്കുവാൻ കരുത്തുണ്ടെന്ന് എനിക്ക് വിശ്വാസവും ബോധ്യവുമുള്ളതുകൊണ്ട് എൻ്റെ ജീവിതം എത്ര കണ്ട് മുങ്ങിത്താണാലും എത്ര കണ്ട് രോഗത്താൽ നിറഞ്ഞാലും അതിനെ സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തി എൻ്റെ ഈശോയുടെ തിരുരക്തത്താൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച നാളുകളെയാണ് മകളെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സുദീർഘമായ സാക്ഷ്യത്തിൽ എത്രയോ തവണയാണ് ദൈവികമായ ഇടപെടലുകൾ, ശക്തി, സൗഖ്യം കൊടുക്കൽ, ക്ലേശകാലത്തിൽ നിന്ന് കരം പിടിച്ച് കയറ്റൽ ഒക്കെ മകൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. ഓരോ ക്ലേശത്തെയും മകൾ പറയുന്നുണ്ട്, ഞാനത് എൻ്റെ അമ്മ മാതാവിനോടാണ് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ അമ്മ മാതാവിലാണ് നിരന്തരം സമർപ്പിച്ചു കൊണ്ടിരുന്നത്. ഓപ്പറേഷന് വേണ്ടി അകത്ത് കയറ്റുമ്പോഴും എന്താണ് അകത്ത് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ ഉടമ്പടി കാശുരൂപം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വേണമെന്നാണ്. ഉള്ളിലുള്ള ആന്തരികാവയവങ്ങൾ പലതും എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് മകളെ അകത്ത് പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ലാപ്രോസ്കോപ്പി നോക്കുമ്പോൾ അവിടെയൊന്നും വലിയ വിഷയങ്ങൾ കാണുന്നില്ല, ഓവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഞങ്ങൾ കരുതിയതുപോലെയൊന്നും നിൻ്റെ ശരീരത്തിൽ ഇത് ബാധിച്ചിട്ടില്ലെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യൻ കണക്ക് കൂട്ടുന്നതല്ല ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ പദ്ധതികളും പാളുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി സുരക്ഷിതമായ ആയുസ് നൽകുന്ന, ഐശ്വര്യം നൽകുന്ന പദ്ധതികൾ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആരൊക്കെ എഴുതിത്തള്ളിയാലും ഒരിക്കലും എഴുതിത്തള്ളാത്ത ദൈവകരങ്ങളിൽ ജീവിതത്തെ കൊടുത്തു ജീവിക്കുവാൻ നിരന്തരം നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഉടമ്പടി ജീവിതം ഈ ഒരു ആത്മധൈര്യമാണ് നമുക്ക് കൈമാറുന്നത്. ഈ ലോകം എന്നെ എഴുതിത്തള്ളിയാൽ, ഈ രോഗം എന്നെ എഴുതിത്തള്ളിയാൽ, ഈ ജോലി എന്നെ എഴുതിത്തള്ളിയാൽ, എൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടാൽ ഞാൻ തളരില്ല, ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവിടുത്തേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നാശത്തിനല്ല, ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കുമുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉടമ്പടി മാതാവ്, എൻ്റെ സഞ്ചാരി മാതാവ്, ഏതൊരു പ്രപഞ്ച ദുരന്തത്തെയും തടയുവാൻ കഴിവുള്ളവൾ, എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതുവരെ അമ്മയുടെ കരം പിടിച്ചു തന്നെ ഈ സഹനത്തിൻ്റെ, ഈ കണ്ണീരിൻ്റെ, ഈ രോഗദുരിതത്തിൻ്റെ, ഈ തുടർച്ചയായ പരാജയത്തിൻ്റെ
ജീവിത വഴികളെ, ദിവസങ്ങളെ ഞാൻ താണ്ടിക്കൊണ്ടിരിക്കുമെന്ന്. മകളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥന ഇന്ന് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ശൈത്യപൂശി ബലപ്പെടുത്തി അച്ഛൻ മകളെ വിടുമ്പോഴും മകൾക്കൊന്നു മാത്രമാണ് പ്രത്യാശ: എൻ്റെ ഉടമ്പടി മാതാവ് ഉടനടി സൗഖ്യവും പരിഹാരവും നൽകി ജീവിതത്തിൻ്റെ ഏത് വലിയ ദുരിതത്തിൽ നിന്നും എന്നെ കരകയറ്റും. അതിൻ്റെ ജീവനുള്ള സാക്ഷ്യം ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും, സംരക്ഷണത്തിനും, സൗഖ്യത്തിനും, അമ്മ മാതാവ് നൽകിയ പ്രത്യാശയ്ക്കും ആത്മധൈര്യത്തിനും അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.